അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ BA ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സെമസ്റ്റർ തേർഡിലെ നമ്മുടെ ചാപ്റ്റർ ലാസ്റ്റ് മൊഡ്യൂളാണ്. നമ്മുടെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ ആൻഡ് ലേബർ വെൽഫെയർ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി. അതിലെ ലാസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ പറഞ്ഞത്. അതായത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, QWL, ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, തൊഴിൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യമായി ഇതിൽ പറയുന്ന പ്രതിപാദ്യം എന്ന് പറഞ്ഞാൽ എൻഹാൻസിങ് എംപ്ലോയി വെൽബീയിങ് ആൻഡ് എൻഗേജ്മെൻറ്റ്. എംപ്ലോയീസിൻ്റെ വെൽബീയിങ്, തൊഴിലാളികളുടെ നന്മകൾ, അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുക, അത് സുസാധ്യമാക്കുക, അതിന് വേണ്ട എൻഗേജ്മെൻറ്റ് നടത്തുക. ഇതാണ് കാര്യമായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്നത്. എനിവേ നമുക്ക് നോക്കാം എന്താണ് ഇത് പഠിക്കുന്നതിനുള്ള ഉപകാരം, എന്താണ് വാട്ട്സ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. എനിവേ ഈ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ എന്തൊക്കെ കിട്ടും? ബൈ ദി എൻഡ് ഓഫ് ദിസ് ലെക്ചർ സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഒന്ന്, വാട്ട് ഈസ് ദ QWL എന്ന് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അതായത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് എന്താണെന്ന് വിശദീകരിക്കുവാനും അത് ഡിഫൈൻ ചെയ്യാനും കഴിയും. രണ്ട്, ഐഡന്റിഫൈ ദ കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ആൻഡ് ബേൺഔട്ട്. വർക്ക് സംബന്ധമായ സ്ട്രെസ്സുകൾ, ബേൺഔട്ടുകൾ, അതിനുള്ള റീസൺസ് എന്തൊക്കെയാണ്, അതിനെ തുടർന്നുള്ള കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. തേർഡ് വൺ, ഡെവലപ്പ് HR strategies to prevent burnout and improve QWL. ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുവാനും, അതേപോലെ ബേൺഔട്ട് എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, ഇങ്ങനെയൊക്കെ ഒരു വർക്ക് ജോലി ചെയ്യുമ്പോൾ അവിടെ ആ സ്ഥാപനത്തിൽ ആര് വന്നാലും 2 ദിവസം നിൽക്കും, പിന്നെ ഒഴിഞ്ഞു പോകും. മാനേജ്മെൻറ്റ് ശരിയില്ല, അല്ലെങ്കിൽ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ശരിയില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഫുഡ്, അങ്ങനെ പല ഐറ്റംസ്. കാരണം അവിടെ നിന്ന് ആൾക്കാർ ഡ്രോപ്പ് ഔട്ട്സ് ചെയ്യുക, അല്ലെങ്കിൽ പെട്ടെന്ന് റിസൈൻ ചെയ്ത് പോവുക, അല്ലെങ്കിൽ ടെർമിനേറ്റഡ് ആയി പോവുക. എനിവേ ഇതാണ് ബേൺഔട്ടിൻ്റെ ഉദ്ദേശം. നമ്മൾ ഇൻഷാല്ലാഹ് വിശദമായിട്ട് അതിലേക്ക് വരും. അപ്പോൾ ബേൺഔട്ടിനെ എങ്ങനെ പ്രതിരോധിക്കാം? ഒരു കമ്പനിയിൽ ദിവസം പുതിയ ആൾ വരിക പോവുക, ഇതാണോ കമ്പനിക്ക് ബെറ്റർ? അതോ കൂടുതൽ കാലം ഒരു എംപ്ലോയി നിൽക്കുക, അതാണോ ഒരു സ്ഥാപനത്തെ സംബന്ധിക്കണം? വെദർ ഇറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ വെദർ ഇറ്റ് ഈസ് എൻ കോളേജ്, യൂണിവേഴ്സിറ്റി, വാട്ടർ ഇറ്റ് ഈസ് കമ്പനി, വാട്ടർ ഇറ്റ് ഈസ്, ഏതാണ് ബെറ്റർ? അവിടെ സ്ഥിരമായി നിൽക്കലാണ് അല്ലേ? അപ്പോൾ അത് ബേൺഔട്ട് കുറയ്ക്കണം. അപ്പോൾ ബേൺഔട്ട് പ്രതിരോധിക്കുവാൻ ഒരു എന്തൊക്കെ സ്ട്രാറ്റജീസ് ഒരു HR മാനേജർ എടുക്കണം, എങ്ങനെയൊക്കെയാണ് HR അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത് എന്നൊക്കെ ഇതിനോട് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് അനലൈസ് ഹൗ ഓർഗനൈസേഷണൽ കൾച്ചർ ഇമ്പാക്ട്സ് QWL. എങ്ങനെയാണ് ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, കമ്പനിയുടെ ഘടന എങ്ങനെയാണ് QWL, അതായത് ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫിനെ സ്വാധീനിക്കുന്നത് എന്ന് നമുക്ക് അപഗ്രഥിക്കാൻ കഴിയും, വിശകലനം ചെയ്യാൻ കഴിയും. ലിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു പോസിറ്റീവ് വർക്ക് എൻവയോൺമെന്റ്. വളരെ നല്ല വർക്ക്, ജോലിയുടെ അന്തരീക്ഷം, അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഇവിടെ സ്മൂത്തായ ഏത് ജോലിക്കാരൻ വന്നാലും അയാൾ കോടിക്ക് അല്ലെങ്കിൽ ലക്ഷങ്ങൾക്ക് ജോലി ചെയ്യുന്ന ആളാണ്, അയാളോട് പരിഹാരത്തിലേക്ക് ജോലി ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ തയ്യാറാക്കുക, അതാണ് ഇപ്പം എന്ത് പറഞ്ഞത്. പിന്നെ പോസിറ്റീവ് വർക്ക് എൻവയോൺമെൻറ്റ് എങ്ങനെ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും, ഇവിടെ എങ്ങനെ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഘടകങ്ങൾ എന്തെല്ലാമാണ്. ഫൈനലി, റിസൾട്ട് ഡയറക്റ്റ് ലിങ്ക് ബിറ്റ്വീൻ QWL initiatives and employee engagement. എംപ്ലോയി എൻഗേജ്മെൻറ്റും ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫും എങ്ങനെയാണ് പിണഞ്ഞ് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് മനസ്സിലായില്ല? എംപ്ലോയി എൻഗേജ്മെൻ്റ് ആണ്. ഇപ്പം ഞാനിവിടുത്തെ അധ്യാപകൻ, നിങ്ങളുടെ സ്ഥാപനത്തിൽ സപ്പോസ് ഞാനിവിടെ വന്നു, എനിക്ക് മാസം ശമ്പളം തരുന്നില്ല, പിന്നെ എന്തായാലും കുഴപ്പമില്ല, എങ്ങനെയാവും? അപ്പോൾ ഒരാൾ ആ നിലക്കല്ല, ഇതിൻ്റെ കുട്ടികളാണ്, എൻ്റെ സ്ഥാപനമാണ്, എൻ്റെ മക്കളാണ്, ഇവിടെ എത്ര ഉഷാറായിരിക്കും, അത് എനിക്കും കൂടി ഒരു മെച്ചാണ് എന്നിങ്ങനെ തോന്നി ഞാൻ എപ്പോഴും നിങ്ങളെ പിന്നാലെ കൂടി എൻഗേജ് ചെയ്ത് നിങ്ങളെ റിസൾട്ട് ഉഷാറാക്കും. ഇതാണ്
എംപ്ലോയി എൻഗേജ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ കമ്പനിയിൽ ഈ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫാക്ടറികളാണെങ്കിൽ അതിൽ ചെറിയ ചെറിയ കമ്പനികളാണ്, എവിടെയും ഇത് വേണം. അപ്പോൾ എനിവേ എൻഗേജ്മെന്റും QWLും എങ്ങനെയാണ്? ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഓഫ് ടൈമിൽ ക്ലാസ് എടുക്കുകയാണ്. ഒരു നല്ലൊരു കമ്പനിയാണ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ ഓഫ് ടൈമിൽ ക്ലാസ് എടുത്തതിന് എനിക്ക് ബോണസ് വരും അടുത്ത അക്കാഡമിക്കിൻ്റെ ഒരു സമയത്ത്. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ആവുമ്പോൾ അവിടുത്തെ ടീച്ചേഴ്സിന് എന്താവും, എക്സ്ട്രാ ക്ലാസ് ഉണ്ടാവും, വലിയ താല്പര്യം കൂടും. എനിവേ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, ഇറ്റ് ഈസ് വെരി ഇന്റർ റിലേറ്റഡ് വിത്ത് എംപ്ലോയി എൻഗേജ്മെന്റ്. എത്രമാത്രം വർക്ക് ലൈഫ് ക്വാളിറ്റി കൂട്ടുന്നു അതിനനുസരിച്ച് അവിടുത്തെ അധ്യാപകർ അല്ലെങ്കിൽ അവിടുത്തെ തൊഴിലാളികൾ, ജോലിക്കാർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യും. അതാണ് എംപ്ലോയി എൻഗേജ്മെന്റ്. ഇൻഷാല്ലാ നമ്മൾ അതിന് ഡീറ്റെയിൽ ആയിട്ട് വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ പാഠത്തിൽ വരാനുള്ളത്, നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾക്കൊരു ഏകദേശം ധാരണയുണ്ടാവും. ഞാൻ ഓരോന്നിലേക്ക് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ QWL നമുക്കൊന്ന് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാം. ദ ബിസിനസ് കേസ് ഓഫ് QWL. ഒരു ബിസിനസ് ലെവലിൽ നോക്കുമ്പോൾ QWL എന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ്. ഇതിൻ്റെ സീനറി ഞാൻ പറഞ്ഞു തരാണ്. യു ആർ എൻ HR മാനേജർ. 2 departments have identical pay and benefits. 2 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരുടെയൊക്കെ പിന്നെ പേയും ബെനിഫിറ്റ്സും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഡിപ്പാർട്ട്മെന്റ് A has high turnover, frequent absenteeism and low productivity. അപ്പോൾ നിങ്ങൾ HR മാനേജറാണ്, ആ കമ്പനിയിൽ A ഡിപ്പാർട്ട്മെൻറ്റും B ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. A ഡിപ്പാർട്ട്മെൻറ്റിൽ ടേൺ ഓവർ പ്രശ്നങ്ങൾ തന്നെ, ഇഷ്ടംപോലെ ജോലിക്കാർക്ക് ഓരോ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ഇല്ല അങ്ങനെ ടേൺ ഓവർ, അല്ലെങ്കിൽ ഓരോരുത്തർ ഒഴിഞ്ഞു പോവുക, ഓരോരുത്തർക്ക് ഒഴിഞ്ഞു പോവുക, അങ്ങനെ. ഫ്രീക്വൻറ്റ് ആബ്സെൻറ്റീസ്, ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തർ ആബ്സെൻ്റ് ആകും. ഇന്ന് പിന്നെ HR പേഴ്സൺ ആബ്സെൻറ്റ്, ഫൈനാൻസ് മാനേജർ മിഞ്ഞാന്ന് ആബ്സെൻറ്റ്, അങ്ങനെ ഒരു വർക്ക് പൂർത്തിയാക്കാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ വെക്കുന്നത്. അപ്പോൾ ആബ്സെൻറ്റീസ്. ലോ പ്രൊഡക്ടിവിറ്റി. ഇവിടുന്ന് നമുക്കിപ്പോൾ എത്ര റിസൾട്ട് കിട്ടേണ്ടത് ഓരോ ദിവസവും 100% ആണെങ്കിൽ 25% പോലും നമുക്ക് പ്രൊഡക്ടിവിറ്റി കിട്ടിയില്ല ആ കമ്പനിക്ക്. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ്. മറ്റൊരു ഡിപ്പാർട്ട്മെന്റോ, ഡിപ്പാർട്ട്മെന്റ് B ഹാസ് ലോയൽ. നിങ്ങളൊരു കമ്പനിയോട് വളരെ കമ്മിറ്റ്മെന്റ് ആണ്, നമ്മോട് വളരെ ലോയലാണ്, എൻഗേജ്ഡ്. അവർ ഓരോരുത്തരും ആ ഡിപ്പാർട്ട്മെന്റിലെ ഓരോ വ്യക്തികളും അവരുടെ വർക്കിലായിട്ട് കംപ്ലീറ്റ്ലി എൻഗേജ്ഡ് ആണ്. ആൻഡ് ഇന്നോവേറ്റീവ് എംപ്ലോയീസ്, വളരെ ഇന്നോവേറ്റീവായിട്ട് പുതിയ ഐഡിയകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള എംപ്ലോയീസാണ്. നിങ്ങൾ ഇവിടെ ഈ എയും ബിയും ഡിപ്പാർട്ട്മെൻറ്റുകളെ നിങ്ങൾ എങ്ങനെ ഡിഫൈൻ ചെയ്യും, എങ്ങനെ നിങ്ങൾ വ്യത്യാസപ്പെടുത്തും, എങ്ങനെ നിങ്ങൾ വ്യത്യാസം പറയാം? ഇതിന് സത്യത്തിൽ ഒരു HR മാനേജർ ഇതിന് ആൻസർ പറഞ്ഞ എന്തായിരിക്കുന്നത്? ദ ആൻസർ ഈസ് ഓഫൻ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. സത്യത്തിൽ QW ആണ് അവിടെ പ്രശ്നം എന്ന് പറയുന്നത്. B ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സൂപ്പറാന്ന് പറയണമെങ്കിൽ അവിടെ QW ഉഷാറായി. TL അയാളുടെ ടീം ലീഡർ അല്ലെങ്കിൽ അയാളെ നോക്കേണ്ട ആൾ വേണ്ട വിധത്തിൽ എല്ലാവിധ സപ്പോർട്ടും കൊടുത്തു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തു, ഓട്ടോമാറ്റിക്കലി അവർ എൻഗേജ്ഡായി, അവർ പ്രൊഡക്റ്റീവായി, അങ്ങനെ എല്ലാ നിലക്കും അവർ ഉഷാറായി. എന്നാൽ A ഗ്രൂപ്പിലെ ആൾക്കാർക്ക് അവിടെ QW ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ് മോശമായി, അത് ഉഷാറായില്ല, അതിന് ഗ്രാഫിക്കാതെ പോയി, അതുകൊണ്ട് ഇങ്ങനെ ആയി എന്നാണ് സത്യത്തിൽ ഒരു ബിസിനസ്സിലെ HR ഇതിനെ ഡിഫൈൻ ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് വ്യത്യാസം കണ്ടെത്തുക. എനിവേ അപ്പോൾ QW എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഫെസിലിറ്റി കൊടുക്കണം, ഇങ്ങനെ ഫെസിലിറ്റി കൊടുക്കണം, അതാക്കണം, ഇതാക്കണം, അങ്ങനെ പറഞ്ഞാൽ വളരെ ലക്ഷൂറിയസ് ആയിട്ട് ഒരു കമ്പനിയെ കൊണ്ടെത്തിക്കുകയാണോ? നെവർ, ഒരിക്കലുമല്ല. ഇറ്റ് ഈസ് എ സ്ട്രാറ്റജിക് ടൂൾ. സത്യത്തിൽ നമ്മളെ കമ്പനി സൂപ്പറാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ടൂളാണ് ഇത് QWL. നമുക്ക് നോക്കാം, ഒരു നല്ല ഹൈ ലെവലിലുള്ള QWL എവിടേക്ക് നയിക്കും കമ്പനിയെ എന്ന് നോക്കി നോക്കാം. ഹൈ ലെവൽ, ഹൈ QW leads to what? അത്തരം ഉയരങ്ങളിലായിട്ടുള്ള ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്, തൊഴിൽ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വളരെ ഹൈ ആകുമ്പോൾ എന്തെല്ലാം സംഭവിക്കും നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യും. കമ്പനിക്ക് വിലകൾ, നഷ്ടങ്ങൾ, കോസ്റ്റ് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ലോവർ അബ്സെൻറ്റീസം, അത് വിശദീകരിക്കുകയാണെങ്കിൽ നമ്മൾ ആബ്സെൻ്റ് ആകുന്ന ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ടേൺ ഓവർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ ഓരോ പ്രശ്നങ്ങൾ, കാര്യങ്ങൾ ഒരു ഇതുപോലൊക്കെ നമ്മൾ പറഞ്ഞു ഒന്നിട്ട് പറയും വിശദീകരിക്കും. ആൻഡ് പ്രസൻറ്റീസം, അല്ല, എല്ലാവരും പിന്നെ കൂടുതൽ ഇവിടെ പ്രസൻ്റ് ആയിരിക്കും. അപ്പം
പെർസെൻറ്റ് പിന്നെ ആയിരിക്കും, ടേൺ ഓവർ കുറക്കും, പിന്നെ അതേപോലെ ആബ്സെൻറ്റീസം കുറക്കും. അടുത്തത് ഇൻക്രീസ് റവന്യൂ ഇൻക്രീസ് ചെയ്യും. അതായത് ഹയർ പ്രൊഡക്റ്റീവ്, നമ്മുടെ കമ്പനി നല്ല പ്രൊഡക്റ്റീവ് ആവും. ബെറ്റർ കസ്റ്റമർ സർവീസ്, അവിടെ നല്ല കസ്റ്റമർ സർവീസ് ആയിരിക്കും. ഗ്രേറ്റർ ഇന്നോവേഷൻ, പുതിയ ടെക്നോളജികൾ ഇങ്ങനെ നമ്മൾ പഴയ സ്റ്റൈലുകൾ പോയാൽ രസമുണ്ടാവോ? ഇല്ല, ഒരു കമ്പനി എന്താ പറയുക, നമ്മളത് വണ്ടി നന്നാക്കാൻ പോയി, അപ്പോൾ ഒരു സ്ക്രൂ മുറുക്കുന്നത് ഇടുന്നത് ഒക്കെ വളരെ മെഷീൻ. ഇപ്പം മെഷീനറികൾ അപ്ഡേറ്റഡ് ആയില്ല, ഇന്നോവേറ്റഡ് ആയി. ഇത് അതെങ്ങനെയാണ് സമയം വേസ്റ്റ് നമ്മൾ പോവോ? ഇല്ല, ഏത് സംവിധാനങ്ങളും ഇന്നോവേഷൻ അവിടെ സംഭവിക്കും. അങ്ങനെ ആകുമ്പോൾ QW ഹൈ ആകുമ്പോൾ. അടുത്ത ടാലൻറ്റ് മാനേജ്മെൻറ്റ് വിശാലമായ വിഷയമാണ്. എനിവേ നമുക്ക് കുറച്ചൊന്ന് മനസ്സിലാക്കാം. എ സ്ട്രോങ് എംപ്ലോയർ ബ്രാൻഡ്, നല്ല സ്ട്രോങ് ആയ എംപ്ലോയർ ബ്രാൻഡ് ആയിരിക്കും അവർ. നല്ല കമ്പനി, എംപ്ലോയർ എന്ന് പറഞ്ഞാൽ എംപ്ലോയിലേക്ക് ഓപ്പോസിറ്റ് തൊഴിൽദാതാവ്, നല്ല ബ്രാൻഡ് ലെവലിലുള്ള കമ്പനിയായി മാറും. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു അട്രാക്ട് ആൻഡ് റീറ്റെയിൻ ടോപ്പ് ടാലൻറ്റ്, നല്ല ടാലൻ്റൊക്കെ നേടിയെടുക്കാൻ വേണ്ടി പിന്നെ വളരെ അട്രാക്റ്റീവായ അവരൊക്കെ നല്ല തൊഴിലാളികളൊക്കെ നല്ല തൊഴിലാളികൾ നമ്മൾ നേടിയെടുക്കും. അങ്ങനെ നല്ല ബ്രാൻഡായ കമ്പനിയായി മാറുന്നു. ബ്രാൻഡ് കേട്ട, ഈ പേര് കേട്ട കമ്പനിയായി നല്ല നല്ല ആൾക്കാർ, അതാണ് ടാലൻറ്റ്, വളരെ ടാലൻ്റായ ആൾക്കാരെ നമ്മുടെ കമ്പനിയിലേക്ക് അട്രാക്ട് ചെയ്യും. ആ കമ്പനിക്ക് ഇൻ്റർവ്യൂ പോകുന്ന ആൾക്കാർ തയ്യാറായി കയറും. എന്നാൽ ചില കമ്പനി ഉണ്ടാവും അവിടെ ജോലി കിട്ടി HR മാനേജർ നല്ല ആൾ പോകാൻ റെഡിയല്ല, ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ജോയിൻ ദാറ്റ് കമ്പനി. എന്നാൽ മറ്റേ കമ്പനിയിലോ അവിടെ കിട്ടില്ല എന്ന് ഉറപ്പാണ്, എന്നാൽ ഇൻ്റർവ്യൂ എടുക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇൻ്റർവ്യൂ വിളിച്ചു എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ അതാണ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. അടുത്തത് ഇൻവെസ്റ്റിംഗ് ഇൻ QWL ഈസ് എ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഓർഗനൈസേഷണൽ പെർഫോമൻസ്. കമ്പനിയുടെ ഓർഗനൈസേഷനാണ്, സംഘടനയുടെ കമ്പനിയുടെ പെർഫോമൻസിൽ ഏറ്റവും നല്ല സംഗതിയാണ് എന്ത്? QWനെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുക, അതിനെ നമ്മളെ QW നല്ല വിധത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ ഓർഗനൈസേഷണൽ പെർഫോമൻസിലേക്കുള്ള ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും തൊഴിലാളികൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അറിയാതെ നിങ്ങളുടെ കമ്പനി മോർ പ്രോഫിറ്റബിൾ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് QWL എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ഇറ്റ്സ് ഡെഫിനിഷൻ ആൻഡ് വാട്ട്സ് ദാറ്റ് കോൺസെപ്റ്റ്? മനസ്സിലാക്കുക. QWL is a holistic concept that refers to the total well-being of an employee at work. ജോലി ചെയ്യുന്നിടത്തുള്ള ഒരു എംപ്ലോയിയുടെ മൊത്തത്തിലുള്ള എല്ലാ ക്ഷേമങ്ങളിലേക്കും റെഫർ ചെയ്യുന്ന വളരെ പരിഭാവനമായ ഒരു കോൺസെപ്റ്റ് ആകുന്നു. അതായത് ഒരു തൊഴിലാളി എങ്ങനെയൊക്കെ സൂചിപ്പിക്കാൻ കഴിയും, അവനക്ക് എന്തെല്ലാം നിനക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും. ഇതാണ് QWL എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. ഇതിലൂടെ എന്ത് സംഭവിക്കും? ഇറ്റ് ഈസ് എ ഡിഗ്രി ടു വിച്ച് വർക്ക് contributes an individual's satisfaction, growth and overall life quality. അതായത് ഇതിലൂടെ ഒരു തൊഴിലാളിക്ക് എങ്ങനെയൊക്കെ ഉന്നമനം ലഭിക്കും, ജീവിതത്തിൽ മൊത്തത്തിൽ എങ്ങനെയൊക്കെ അവനിക്ക് ക്വാളിറ്റികൾ ലഭിക്കും, എങ്ങനെയെല്ലാം ആ വ്യക്തിക്ക് സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റും, അങ്ങനെ വേണ്ടതിലേക്കുള്ള എല്ലാവിധ കോൺട്രിബ്യൂഷൻ കമ്പനി കൊടുക്കുക. ഇതാണ് QWL എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇറ്റ് ഈസ് എ മൾട്ടി ഡയമെൻഷണൽ, ഒന്നുകൂടി വിശദീകരിക്കുന്നു. ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ കോൺസ്ട്രക്ട്. തിങ്ക് ഓഫ് ഇറ്റ് ആസ് ദി എംപ്ലോയീസ് ആൻസർ ടു is the good place for him to spend a significant portion of money. അതായത് ഇത് വളരെ വൈവിധ്യമാർന്ന ഡയമെൻഷനുകളോടുള്ള ഒരു കൺസ്ട്രക്റ്റാണ് QWL എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു ഭാഗം മാത്രം, അവർക്ക് നല്ല ടോയ്ലറ്റ് മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് നല്ല ബെഡ്റൂം മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് നല്ല ഭക്ഷണം മാത്രം കൊടുത്താൽ പോരാ, അവൻ്റെ TL, അവൻ്റെ ടീം മാനേജർ, അവൻ്റെ ഡയറക്റ്റ് മാനേജർ അവരോട് മാന്യമായി പെരുമാറണം. അങ്ങനെ എല്ലാം മൾട്ടി ഡയമെൻഷണൽ കൺസ്ട്രക്റ്റാണ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടി ചുരുക്കി പറയുകയാണെങ്കിൽ എന്താണ് QWL? ഈ കമ്പനി കയറിയ ജോലിക്കാരൻ, തൊഴിലാളി, ആ സ്റ്റാഫ്, അയാൾ ആലോചിക്കണം, ഞാനിവിടെ നിൽക്കണോ വേണ്ടേ? എൻ്റെ ജീവിതം 35 വയസ്സായി,
ഞാൻ 10 കൊല്ലം 45 വയസ്സ് വരെ ഇവിടെ നിൽക്കണം, അല്ല അടുത്ത കൊല്ലം തന്നെ ഞാൻ റിസൈൻ ചെയ്യണം എന്നവൻ തീരുമാനിക്കേണ്ട ആ ഒരു സംഗതി കൂടുതൽ, അതാണ് ഈ QW. അപ്പൊ QW ഹൈ ആവുമ്പോൾ അവനിവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കും, ലോ ആവുമ്പോൾ ഓനാണ് തന്നെ റിസൈനിലേക്ക് കൊടുക്കും. ഇല്ലോ ഇതാണ് QW. ഇനി QWലിന്റെ ഒരു HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജർ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ HR മാനേജ്മെന്റിന്റെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ എന്തൊക്കെയാണ് QWലിന് കാര്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഡയമെൻഷനുകൾ, പ്രധാനപ്പെട്ട ഡയമെൻഷനുകൾ എന്തൊക്കെയാണ്? നിങ്ങളൊരു HR മാനേജറാണ്, അപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ എന്തൊക്കെ കൊടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഡയമെൻഷൻ, വാട്ട്സ് ഇൻക്ലൂഡ്സ്. ഈ ഡയമെൻഷൻ എന്തൊക്കെയാണ് ബന്ധപ്പെടുന്നത്, അതിൽ HR മാനേജർ അല്ലെങ്കിൽ HR ഹ്യൂമൻ റിസോഴ്സിന്റെ റോൾ എന്താണ്? അപ്പോൾ നോക്കൂ, ഫസ്റ്റ് ഓഫ് ഓൾ അഡീക്വേറ്റ് ആൻഡ് ഫെയർ കോമ്പൻസേഷൻ. നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്ന ഈ കമ്പനിയിൽ, ഈ ഓർഗനൈസേഷനിൽ, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തൊഴിൽ ചെയ്യുന്നവന് നല്ല എന്ത് വേണം, ബെനിഫിറ്റ് കൊടുക്കണം. മീൻസ് സാലറി കൊടുക്കണം, ബോണസ് കൊടുക്കണം, ഓനിക്ക് പ്രോഫിറ്റ്സ് ഷെയർ ചെയ്യണം. നമ്മൾ കമ്പനി വർഷം വമ്പം പ്രോഫിറ്റാണ്, എന്തായാലും എന്തെങ്കിലും ആക്റ്റീവായ ആൾക്കൊക്കെ കൊടുക്കണ്ടേ, അങ്ങനെ. അപ്പോൾ HR മാനേജർ എന്ത് ചെയ്യും, ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് ശ്രദ്ധിക്കും. രണ്ടാമത് സേഫ് ഹെൽത്തി വർക്ക് എൻവയോൺമെന്റ്, സുരക്ഷിതമായ ആരോഗ്യപരമായ വർക്ക് അന്തരീക്ഷം ഉണ്ടാക്കണം. അവിടെ പുക അങ്ങനെ, അല്ലെങ്കിൽ അവിടെ ഡസ്റ്റാണ്, അവിടെ ഉള്ളതൊക്കെ പിന്നെ എന്താ പറയുക, ശ്വാസകോശം, ലങ്സ് പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ സേഫ്റ്റി കൊടുക്കണം, സ്റ്റാൻഡേർഡ്സ് കൊടുക്കണം, അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കണം, സൈക്കോളജിക്കൽ സേഫ്റ്റി കൊടുക്കണം. അവിടെ മാനസികമായ എന്ത് ചെയ്യാൻ പാടില്ല, ഹരാസ്മെന്റ് ചെയ്യാൻ പാടില്ല. ഫ്രീഡം ഫ്രം ഹരാസ്മെന്റിൽ ഫ്രീ ആക്കണം. ബുള്ളിങ്, മറ്റൊക്കെ കളിയാക്കുക, ആക്ഷേപിക്കുക, ഈ പരിപാടികൾ, ഇതൊക്കെ HR അവിടെ ശ്രദ്ധിക്കണം. പിന്നെ ജോബ് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത്. അവൻ ഇന്ത്യ കമ്പനി കയറി മറ്റന്നാൾ തന്നെ കമ്പനി പൊളിഞ്ഞാൽ പോലെ തിരിച്ചിട്ടു, അങ്ങനെ പാടില്ല. ജോബ് സെക്യൂരിറ്റി കിട്ടണം. അതേപോലെ തന്നെ അവൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു സ്റ്റാഫായി, ഒരു HR പേഴ്സണായി വന്നതാണ്. അത് 10 വർഷം ഇവിടെ ചെയ്യുമ്പോൾ ഒരു HR മാനേജറായി മാറിയിട്ടാണ് അവൻ ഡിസൈൻ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവന് ഗ്രോത്ത് ഉണ്ടാവും. അതായത് പിന്നെ സ്റ്റെബിലിറ്റി ഓഫ് എംപ്ലോയ്മെന്റിന്റെ സ്റ്റെബിലിറ്റി വേണം, ക്ലിയർ കരിയർ പാത്സ് വേണം, ഓപ്പർച്യൂണിറ്റി ഫോർ പ്രൊമോഷൻ ആൻഡ് സ്കിൽസ് ഡെവലപ്മെന്റ്. അവൻ നേരത്തെ പറഞ്ഞു, ഒരു HR ഗൈ, ഒരു HR പേഴ്സണായി വന്ന ആള് 10 വർഷം അല്ലെങ്കിൽ 12 വർഷം തിരിഞ്ഞു പോകുമ്പോൾ അവർ HR മാനേജറായി പോകാൻ കഴിയണം. അതാണ് നമ്മൾ ജോബ് സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ അതിന് വേണ്ട ഇടപെടലുകളൊക്കെ എന്ത് ചെയ്യണം, പ്രൊവൈഡ് ഡയറക്റ്റ് കോൺട്രാക്ട്സ്, ക്രിയേറ്റ് കരിയർ ലേഡേഴ്സ്, ഓഫറിംഗ് ട്രെയിനിങ്, ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ നമ്മൾ HR മാനേജർ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം, HR ഡിപ്പാർട്ട്മെന്റ്. പിന്നെ അടുത്തത് വർക്ക് ലൈഫ് ബാലൻസ്. വർക്ക് ലൈഫ് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാം കഴിഞ്ഞിട്ട് ഫ്ലെക്സിബിൾ വർക്ക് ഹവേഴ്സ്, റിമോട്ട് വർക്ക് ഓപ്ഷൻസ്, ജനറസ് ലീവ് പോളിസീസ്, അതേപോലെ തന്നെ റെസ്പെക്ട് ഫോർ പേഴ്സണൽ ടൈം. നീ എൻ്റെ കമ്പനിയിലെ എംപ്ലോയി ആണ്, അതിൻ്റെ സമയം 8 മണി മുതൽ രാവിലെ 8 മണി മുതൽ 4 മണി വരെ. എന്നിട്ട് ഞാൻ HR മാനേജറാണ്, ഞാൻ എന്നിട്ട് കാരണം യു ആർ സബോർഡിനേറ്റ് ഓഫ് മീ, നിനക്ക് എന്നെ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഏത് സമയത്ത് നമുക്ക് ഫോൺ വിളിച്ചാൽ, രാത്രി 10 മണിക്ക് വിളിക്കുക, 11 മണിക്ക് വിളിക്കുക, ആ സാധനം എന്താ ശരിയാക്കില്ല ചെയ്തുകൊണ്ട് വിട്ടുണ്ട ചെയ്യാൻ പാടില്ല, ഇല്ല. ഇതാണ് വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ വർക്കിൻ്റെ ആ സമയം കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്ത് ഫ്രീ ഉണ്ട്. ഇത് പല നിരക്കാവണം. ഇനി അവരോട് വർക്ക് ചെയ്യിപ്പിക്കാം, ആ സമയത്ത് സാലറി കൊടുക്കണം, എക്സ്ട്രാ നമ്മൾ OT ബെനിഫിറ്റ്സ് കൊടുക്കണം. ഇങ്ങനെ പിന്നെ അവനിക്ക് ഇന്ന് ഈ സമയത്ത് വർക്ക് ചെയ്യാൻ വയ്യ, നമ്മളെ കമ്പനീൻ്റെ പോളിസിക്കൊന്നും എതിരല്ല, എന്നാൽ അവർക്ക് ആ സമയത്ത് കൊടുക്കാം. കമ്പനിക്ക് വളരെ നിർബന്ധമായ സാഹചര്യമാണ്. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിരിക്കാം, ഫ്ലെക്സിബിൾ അവേഴ്സ്. അതേപോലെ തന്നെ റിമോട്ട് വർക്ക് ഓപ്ഷൻസ്. എന്തെങ്കിലും ബുദ്ധിമുട്ടെന്നാൽ അവിടുന്ന് വർക്ക് ചെയ്യാൻ കഴിയണം, ഇവിടുന്ന് വർക്ക് ചെയ്യാൻ കഴിയണം. ലീവ് പോളിസി, അപ്പം തന്നെ നമുക്ക് നാട്ടിൽ പോകാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും പറ്റില്ല. അവനിക്ക് സൗകര്യമായ സമയത്ത്
സമയത്ത്. അപ്പോൾ ഞങ്ങളൊക്കെ ലീവ് ഷെഡ്യൂൾ ഉണ്ടാക്കും. കമ്പനിക്കൊരു ഷെഡ്യൂളുണ്ട്. പക്ഷേ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ നിങ്ങൾ HR ടീമാണ്. ഓക്കെ, HR ടീമിൽ നമുക്ക് 2 ആളെങ്കിലും മിനിമം വേണം. HR മാനേജർ വേണം, 2 ആൾക്കാരും വേണം. നിങ്ങൾ 5 ആൾക്കാരുണ്ട് സപ്പോസ്. നിങ്ങൾ ലീവ് ഷെഡ്യൂൾ ചെയ്തോളൂ, 2 ആളുകൾ വേണം. അതാണ് ഫ്ലെക്സിബിലിറ്റി ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അപ്പോൾ അവൻ്റെ എളാപ്പാൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ അതിനകത്ത് പങ്കെടുക്കും. അപ്പോൾ ആ നിലക്ക് മോനെ അവിടെ എടുത്തു. ഇവർക്ക് അങ്ങ് ഓണത്തിന് നാട്ടിൽ പോകണം. അപ്പോൾ അതിനനുസരിച്ച് അങ്ങനെ മറ്റവർക്ക് ബക്രീദിന്. അപ്പോൾ അങ്ങനെ ഓരോ ചെയ്തു അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് വർക്ക് ലൈഫ് ബാലൻസോട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓട്ടോണമി ആൻഡ് ഇൻവോൾവ്മെന്റ്, അതായത് പാർട്ടിസിപ്പേഷൻ ഇൻ ഡെസിഷൻ മേക്കിംഗ്, കൺട്രോൾ ഓവർ വൺസ് വർക്ക്, ഫ്രീഡം ഫ്രം മൈക്രോ മാനേജ്മെന്റ്. ഒക്കെ മുകളിൽ പറഞ്ഞാലല്ല, നിനക്കതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണെങ്കിൽ നിനക്ക് അതിന് അധികാരമുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഓർഗനൈസേഷനിലൊക്കെ ഇപ്പോൾ IT-ൻ്റെ ആൾ, ഇപ്പോൾ നമ്മൾ അതിൽ IT-ൻ്റെ മലയാളിയാണ്, IT-യുടെ ഹെഡാണ് സപ്പോസ്. അപ്പോൾ അതിൽ എല്ലാം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനവിടുത്തെ GM-എങ്കിൽ എന്നോട് അതുണ്ടാക്കി എല്ലാം ചോദിക്കണ്ട. അപ്പോൾ അവനിക്ക് അങ്ങനെയുള്ള വിഷയത്തിലൊക്കെ നമ്മൾ അധികാരം കൊടുക്കും. അതാണ് അവനിക്ക് ഓർക്ക് പരമാധികാരം കൊടുക്കും, ഓട്ടോണമി കൊടുക്കും. അതിൽ വലിയ സീരിയർ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മളോട് GM-ന് പെർമിഷൻ വാങ്ങേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ ആദ്യം എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ വലിയ സംഭവമാണ്. സ്വാഭാവികം പോലെ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഗേജ്മെൻറ്റ് കൊടുക്കും. കമ്പനി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യും. കൊടുക്കണോ വീഡിയോ ചെയ്യണം പറ്റും. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം പോലെ കൊടുത്തു. ഓനെ ഇത് ആലോചിച്ചാൽ അതിനൊക്കത്തിനും പിന്നെ GM-ന് നമ്മൾ വാങ്ങണോ? വേണ്ട. അപ്പോൾ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓട്ടോണമി അവരുടെ ഇൻവോൾവ്മെൻറ്റിനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നു. ലാസ്റ്റ് ഈ ഭാഗത്ത് നമുക്ക് പറയാനുള്ളത് സോഷ്യൽ ഇൻറ്റിഗ്രേഷൻ, സാമൂഹിക ഉത്ഗ്രഥനം. അതെന്താണ്? പോസിറ്റീവ് റിലേഷൻസ് വിത്ത് കൊളീഗ്സ് ആൻഡ് മാനേജേഴ്സ്, സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് സപ്പോർട്ടീവ് ടീം കൾച്ചർ. നമ്മൾക്ക് എപ്പോഴും പോസിറ്റീവ് റിലേഷൻഷിപ്പ് എല്ലാവരോടും. ഇപ്പോൾ മാനേജറാണ്, ഞാൻ വലിയ മാനേജർ ഇങ്ങനെ ഓരൊക്കെ എംപ്ലോയീസിന് സൈവായിക്കാണ്. നോ, നമ്മളൊക്കെ ഒരു ഫാമിലിയാണ് എന്നുള്ള ആ സാമൂഹിക ഉത്ഗ്രഥം നമ്മൾ ഫീലിംഗ് ഉണ്ടാക്കി കൊടുക്കുക. നമ്മളൊരു ഒറ്റക്കെട്ടാണ്. മാനേജർ ഒക്കെ നമ്മൾ തസ്തികയ്ക്ക് വേണ്ടിയാണ്. നിങ്ങളില്ലെങ്കിൽ മാനേജറായി എനിക്കെന്താ എക്സിസ്റ്റൻസാണ്? നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടല്ലേ. ഒരു വർത്താനം മാനേജർ പറഞ്ഞാൽ എന്താവും? എപ്പോഴും ഒരു മാനേജറെ വലിയ സംഭവമായിരിക്കും. നമ്മൾ അവരെ കൂട്ടിപ്പിടിക്കുക, അതിൻ്റെ സംഭവം. അതാണ് ദേശീയ ഉന്നത എന്ന് പറയുന്നത്.